ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോഷ്യോ ഫ്രണ്ട്ലി. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ എക്കോണമി പോളിറ്റി ആൻഡ് സൊസൈറ്റി എന്ന പേപ്പറിലെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ, സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റഡിങ് എക്കോണമി ആൻഡ് പൊളിറ്റിക്സ്. ഇതിൽ ആദ്യത്തെ യൂണിറ്റാണ് സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രോപ്പർട്ടി. ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5 ടോപ്പിക്സ് ആണ്: പ്രോപ്പർട്ടി, മാർക്കറ്റ്, പ്രൊഡക്ഷൻ പ്രോസസ്, ഡിസ്ട്രിബ്യൂഷൻ, പൊളിറ്റിക്കൽ സ്ട്രക്ചർ. ഈ 5 ടോപ്പിക്കിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സും സിഗ്നിഫിക്കൻസുമാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി അഥവാ സ്വത്ത് ഒരു വ്യക്തിക്കോ ഒരു ഗ്രൂപ്പിനോ ഒരു വിഭവത്തിൻ്റെ ഉപയോഗത്തിലുള്ള പ്രത്യേക അധികാരമാണ് സ്വത്തവകാശം. ഇനി അടുത്തത് പ്രോപ്പർട്ടിയുടെ സവിശേഷതകളാണ്. ആദ്യത്തേത് ട്രാൻസ്ഫറബിലിറ്റി, അതായത് സ്വത്ത് ഉടമസ്ഥന് മറ്റൊരാൾക്ക് കൈമാറാൻ കഴിയും, അതും വ്യത്യസ്ത രീതികളിൽ. അതായത് നമുക്ക് വീടോ വാഹനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതെന്ത് ചെയ്യും, റെൻറ്റിന് കൊടുക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇഷ്ടദാനമായി കൊടുക്കുന്നുണ്ട്, പിന്നെ പാരമ്പര്യമായി കിട്ടുന്നുണ്ട്. അടുത്തത് ഓണർഷിപ്പ് ആൻഡ് പൊസഷൻ, അതായത് ഒരു സ്വത്തിൻ്റെ ഉടമസ്ഥനും അത് കൈവശം വെക്കുന്ന ആളുകൾക്കും ഉണ്ടാകുന്ന അധികാരം വ്യത്യസ്തമായിരിക്കും. അതായത് നമ്മളിപ്പം നമ്മുടെ ഒരു വീട് റെൻറ്റിന് കൊടുക്കണമായിരിക്കുക. അവിടെ താമസിക്കുന്ന ആളുകൾ അത് സ്വന്തം അവരുടെ വീട് പോലെയാണ് അവരതിനെ പരിപാലിക്കുന്നതും അതിൽ ജീവിക്കുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. പക്ഷേ അതിൻ്റെ ഉടമസ്ഥൻ വേറെ ആയിരിക്കും. അവർക്ക് എന്താണ്, കൈവശം വയ്ക്കാനുള്ള അധികാരം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അടുത്തത് പ്രോപ്പർട്ടി റൈറ്റ്സ്, അതായത് സ്വത്ത് അവകാശങ്ങൾ കേവലമല്ല, മറിച്ച് ആപേക്ഷികമാണ്. നമുക്ക് നമ്മുടെ സ്വത്ത് നമ്മുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇതിൽ പറയുന്നുണ്ട്, ജനവാസ മേഖലയിൽ ആർക്കെങ്കിലും ഒരു ചെറിയ ഭൂമി ഉണ്ടെങ്കിൽ നമുക്കതിലൊരു ഫാക്ടറിയോ ഫാമോ നിർമ്മിക്കാൻ കഴിയില്ല. അടുത്തത് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പ്രോപ്പർട്ടി. 3 ടൈപ്പ് ഇവിടെ പറയുന്നുണ്ട്: കമ്മ്യൂണൽ ഓണർഷിപ്പ്, പ്രൈവറ്റ് ഓണർഷിപ്പ്, പബ്ലിക് ഓണർഷിപ്പ്. കമ്മ്യൂണൽ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുടുംബപരമായിട്ട് കിട്ടുന്ന സ്വത്താണ്. അതായത് ഒരു സ്വത്തിൽ ഒരുപാട് ആളുകൾക്ക് അധികാരമുണ്ടായിരിക്കും. ഒരു കൂട്ടം വ്യക്തികളുടെയോ അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെയോ പേരുള്ള സ്വത്താണ് ഇത് സൂചിപ്പിക്കുന്നത്. പിന്നെ അടുത്തത് പ്രൈവറ്റ് ഓണർഷിപ്പ്. ഇത് സ്വകാര്യ സ്വത്തിനെ സൂചിപ്പിക്കുന്നു. അതായത് ഒരു വ്യക്തിക്ക് സ്വന്തമായി ഉണ്ടാകുന്ന സ്വത്ത്. അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതായിരിക്കാം, അല്ലെങ്കിൽ പാരമ്പര്യമായി കിട്ടുന്നതായിരിക്കാം. പക്ഷെ ഇതൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന സ്വത്താണ്. അടുത്തത് പബ്ലിക് ഓണർഷിപ്പ്, അതായത് ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതായത് ഈ പാർക്ക്, റോഡ്, മ്യൂസിയങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അടുത്തത് സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രോപ്പർട്ടിയാണ്. ആദ്യത്തേത് അസസ് ടു റിസോഴ്സ്, അതായത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളും ഈ ഭവനം, ഭൂമി, മറ്റ് ആസ്തികളൊക്കെ വിലയേറിയതും എല്ലാ കാര്യങ്ങളും നമ്മൾ വാങ്ങുന്നുണ്ട്, അതാണിത് സൂചിപ്പിക്കുന്നത്. അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ആൻഡ് പവർ, അതായത് ഒരു സാമ്പത്തിക അടിത്തറ വേണം. നമുക്കൊരു പ്രോപ്പർട്ടി വാങ്ങണമെങ്കിൽ എന്താണ്, ഒരു സാമ്പത്തിക അടിത്തറ വേണം. അടുത്തത് കൾച്ചർ ആൻഡ് സിംബോളിക് മീനിങ്സ്, അതായത് ഈ പദവി, അധികാരം, അതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അടുത്തത് ലീഗൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്, അതായത് നമ്മളുടെ ഒരു പ്രോപ്പർട്ടി നമ്മുടേതാണ് എന്നുള്ളതിന് നിയമപരമായിട്ടുള്ള ഒരു എന്താ പറയുക, ആധാരമില്ലേ, അത് ഉണ്ടായിരിക്കും. അത് നമ്മൾ ഈ ഒരു ഭൂസ്വത്ത്, വീട്, അത് മാത്രമല്ല എല്ലാത്തിനും നമ്മുടേതിനൊരു തെളിവുണ്ടായിരിക്കും. അത് ലീഗലായിരിക്കണം. കൂടാതെ നമ്മുടെ ഈ സ്വത്തവകാശം ഒരു വ്യക്തിയെ സമൂഹത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പദവിയെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് സ്വത്തവകാശം ഒരുപാട് സ്വത്തുക്കൾക്ക് ഉടമസ്ഥതയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പദവി ആയിരിക്കില്ല ഒരു സ്വത്തൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ സ്വത്ത് ഉള്ള ആളുകൾക്ക് ഉണ്ടാവാം. അപ്പം തന്നെ സമൂഹത്തിൽ ഒരു അസമത്വം സൃഷ്ടിക്കാൻ ഈ പ്രോപ്പർട്ടി വലിയ രീതിയിൽ കാരണമാവുന്നുണ്ട് കേട്ടോ. അടുത്ത ടോപ്പിക്കാണ് മാർക്കറ്റ്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിഭവങ്ങളുടെയും കൈമാറ്റം നിയന്ത്രിക്കുന്ന ഒരു സാമൂഹിക സ്ഥാപനമാണ് മാർക്കറ്റ്. സാമൂഹിക ബന്ധങ്ങൾ, സാംസ്കാരിക അർത്ഥങ്ങൾ, സ്ഥാപനപരമായ ക്രമീകരണങ്ങൾ എന്നിവയാൽ രൂപപ്പെടുന്ന സാമ്പത്തിക വിനിമയമാണ് മാർക്കറ്റ് എന്നത്. ഇനി നമുക്ക് സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓഫ് മാർക്കറ്റ് നോക്കാം. ആദ്യത്തേത് കൾച്ചറൽ പെർസ്പെക്റ്റീവ്. സംസ്ഥാനം, നിയമം, സംസ്കാരം തുടങ്ങി മറ്റു സാമൂഹിക സ്ഥാപനങ്ങളുമായി കമ്പോളങ്ങൾ എങ്ങനെ ഇടപഴകുന്നുവെന്നും കൾച്ചറൽ പെർസ്പെക്റ്റീവിൻ്റെ വക്താക്കൾ മുന്നോട്ട് വയ്ക്കുന്നു. ഒരു സമൂഹത്തിൽ അഥവാ ഗ്രൂപ്പിൽ പങ്കിടുന്ന വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ എന്നിവയിലാണ് ഈ സോഷ്യോളജിസ്റ്റുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂഷണൽ പെർസ്പെക്റ്റീവ്. സാമൂഹികവും സാമ്പത്തികവുമായ സ്ഥാപനങ്ങളുടെ ഭാഗമായ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ റൂൾസ്, മാനദണ്ഡങ്ങൾ, കീഴ്വഴക്കങ്ങൾ എന്നിവയിൽ മാർക്കറ്റ് എങ്ങനെ രൂപപ്പെടുന്നു എന്നതിലാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പെർസ്പെക്റ്റീവിൻ്റെ വക്താക്കൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. മാർക്കറ്റ് എന്നത് ഒറ്റപ്പെട്ട സംവിധാനമല്ല, മറിച്ച് അവ നിയമവ്യവസ്ഥകൾ, രാഷ്ട്രീയ വ്യവസ്ഥകൾ, സാമൂഹിക മാനദണ്ഡങ്ങൾ എന്നിവയാൽ രൂപപ്പെട്ട ഒന്നാണ്. മാർക്കറ്റിലെ അഭിനേതാക്കൾ പരസ്പരം എങ്ങനെ ഇടപഴകുന്നു, അവർക്കിടയിൽ അധികാരവും സ്വാധീനവും എങ്ങനെ വിതരണം ചെയ്യുന്നു എന്നിവയാണ് ഈ വീക്ഷണത്തിൻ്റെ വക്താക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. അടുത്തത് സോഷ്യൽ ഇൻഇക്വാളിറ്റി ആൻഡ് പവർ റിലേഷൻസ്.
സമൂഹത്തിലെ സാമൂഹിക അസമത്വങ്ങളും അധികാരബന്ധങ്ങളും വിപണികൾ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് മനസ്സിലാക്കാനാണ് ഈ വീക്ഷണത്തിൻ്റെ വക്താക്കൾ ശ്രമിക്കുന്നത്. പ്രത്യേക സ്ഥാപനപരമായ സന്ദർഭങ്ങളിൽ വിപണികൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും സാമൂഹിക മാനദണ്ഡങ്ങൾ, സാംസ്കാരിക മൂല്യങ്ങൾ, അധികാര ബന്ധങ്ങൾ എന്നിവയാൽ അവ എങ്ങനെ രൂപപ്പെട്ടിരിക്കുന്നു എന്നും സോഷ്യോളജിസ്റ്റുകൾ പഠിക്കുന്നു. ഈ ഘടകങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ നിലവിലുള്ള അസമത്വങ്ങൾ തിരിച്ചറിയാനും തുല്യവും സുസ്ഥിരവുമായ വിപണിയെ പ്രോത്സാഹിപ്പിക്കുവാനുമുള്ള അവസരങ്ങൾ തിരിച്ചറിയാൻ സോഷ്യോളജിസ്റ്റുകൾക്ക് സാധിക്കുന്നു. മാർക്കറ്റിൽ ഇൻഇക്വാളിറ്റി നല്ല രീതിയിലുണ്ട്. അതായത് കൂടുതൽ സമ്പത്ത് വിഭാഗങ്ങളുള്ള ആളുകൾക്ക് വിപണി അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും മികച്ച സ്ഥാനമുണ്ടായിരിക്കും. പക്ഷേ കുറഞ്ഞ സമ്പത്തോ വിഭാഗങ്ങൾക്കുള്ള ആളുകൾക്ക് ഇതിനുള്ള ഒരു ചാൻസ് കുറവായിരിക്കും. ഇത് വലിയ രീതിയിലുള്ള അസമത്വമാണ് സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത്. വിഭവങ്ങൾ, അവസരങ്ങൾ, സാമൂഹിക പദവി ഇവയിലൊക്കെ ഇതിലൂടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അടുത്തത് എക്കണോമിക് പേഴ്സ്പെക്റ്റീവ്. സപ്ലൈ, ഡിമാൻഡ്, പ്രൈസ്, കോമ്പറ്റീഷൻ തുടങ്ങിയ സാമ്പത്തിക ശക്തികളിൽ ഊന്നൽ നൽകിയാണ് എക്കണോമിക് പേഴ്സ്പെക്റ്റീവിൻ്റെ വക്താക്കൾ വിപണിയെ വിലയിരുത്തുന്നത്. ഉൽപ്പന്നത്തിൻ്റെ വിലയിലുണ്ടാകുന്ന വർധനവ് വിതരണക്കാരെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. പക്ഷെ അത് വാങ്ങുന്നവരെ കുറച്ച് വാങ്ങാനും പ്രേരിപ്പിക്കുന്നുണ്ട്. ഇത് വിതരണവും ഡിമാൻഡും തമ്മിലുള്ള ഒരു റിലേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് കോമ്പറ്റീഷൻ. സാധ്യമായ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഉയർന്ന നിലവാരമുള്ള ചരക്കുകളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് വിതരണക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതിലൂടെ വിതരണക്കാർക്ക് കാര്യക്ഷമത കൂടുകയും അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ നിരന്തരം നവീകരിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്യും. അടുത്തത് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. കാലക്രമേണ വിപണികൾ വികസിച്ച രീതികൾ വിശകലനം ചെയ്താണ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൻ്റെ വക്താക്കൾ മാർക്കറ്റിനെ വിലയിരുത്തുന്നത്. ചരിത്രപരമായി നടന്ന സംഭവങ്ങളും സാമൂഹിക ശക്തികളും എങ്ങനെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നുവെന്ന് അവർ മുന്നോട്ട് വയ്ക്കുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അവ എങ്ങനെ സ്വാധീനിക്കപ്പെട്ടു, വിശാലമായി സാമൂഹികവും സാംസ്കാരികവുമായ ഘടകങ്ങളാൽ അവ എങ്ങനെ രൂപപ്പെട്ടു എന്നിവയിലൊക്കെ ഇവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അടുത്തത് സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് മാർക്കറ്റ്. ഇതിൽ നമ്മൾ 7 പോയിന്റ് പഠിക്കാനുണ്ട്. സോഷ്യൽ കൊഹീഷൻ, കൾച്ചറൽ എക്സ്ചേഞ്ച്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, പവർ റിലേഷൻസ്, ഐഡിയോളജിക്കൽ ബാറ്റിൽസ്, എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ്, സോഷ്യൽ ജസ്റ്റിസ്. ഇതിലാദ്യത്തേത് സോഷ്യൽ കൊഹീഷൻ. അതായത് സാമൂഹിക ഐക്യം. സമൂഹത്തിലെ ആളുകൾ ഇടപെടുന്നതനുസരിച്ച് അവർക്കിടയിൽ ആശയങ്ങളും വിവരങ്ങളൊക്കെ കൈമാറുന്നുണ്ട്. ഇതിലൂടെ സാമൂഹിക ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുകയും അവർക്കിടയിൽ ഒരു ഐക്യം രൂപപ്പെടുകയും ചെയ്യുന്നു. അടുത്തത് കൾച്ചറൽ എക്സ്ചേഞ്ച്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും കൈമാറ്റം മാത്രമല്ല, സാംസ്കാരിക ആശയങ്ങളും അനുഭവങ്ങളും കൈമാറ്റം ചെയ്യാനും കമ്പോളങ്ങൾ അനുവദിക്കുന്നുണ്ട്. അടുത്തത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. വിപണികൾക്ക് സാമൂഹിക വർഗീകരണത്തെ ശക്തിപ്പെടുത്താനും സാമൂഹിക അസമത്വങ്ങൾ വർദ്ധിപ്പിക്കാനും കഴിയും. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്വത്തുകൾ കൂടുതലുള്ള ആളുകൾക്ക് സമൂഹത്തിൽ ഉയർന്ന പദവിയായിരിക്കും. ഇത് വലിയൊരു അസമത്വമാണ് സമൂഹത്തിൽ സൃഷ്ടിക്കുന്നത്. അടുത്തത് പവർ റിലേഷൻസ്. അതായത് നിലവിലുള്ള അധികാര ബന്ധങ്ങൾ നിലനിർത്തുകയോ വെല്ലുവിളിക്കുന്നതിനോ കമ്പോളങ്ങൾ ഉപയോഗിക്കുന്നതിനാണ് പവർ റിലേഷൻസ് എന്ന് പറയുന്നത്. അതായത് വലിയ കോർപ്പറേഷനുകളോ സർക്കാരുകളോ പോലുള്ള വിപണികളെ നിയന്ത്രിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ മേൽ കാര്യമായി സ്വാധീനം ചെലുത്താനാകും. ഉദാഹരണത്തിന് വിലയിൽ കൃത്രിമം കാണിക്കുന്നതിനോ മത്സരവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിനോ സർക്കാർ നയങ്ങളെ അവർക്ക് അനുകൂലമായി സ്വാധീനിക്കുന്നതിനായി അവർ തങ്ങളുടെ അധികാരം ഉപയോഗിച്ചേക്കാം. അടുത്തത് എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ്. മാർക്കറ്റുകളെക്കുറിച്ച് പഠിക്കുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞർക്ക് പരിസ്ഥിതിയിൽ കമ്പോളത്തിൻ്റെ സ്വാധീനം ഒരു പ്രധാന വിഷയമാണ്. അനുകൂലവും പ്രതികൂലവുമായ പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാക്കാം. പോസിറ്റീവ് വശത്ത് വിപണികൾ കൂടുതൽ സുസ്ഥിരമായ ഉൽപ്പന്നങ്ങളുടെയും സമ്പ്രദായങ്ങളുടെയും വികസനം പ്രോത്സാഹിപ്പിക്കാനാകും. കാരണം ഉപഭോക്താക്കൾ പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാവുകയും പരിസ്ഥിതി സൗഹൃദ ചരക്കുകളും സേവനങ്ങളും ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഈ രീതിയിൽ പരിസ്ഥിതി സംരക്ഷണവും സുസ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിന് വിപണികൾ പങ്കുവഹിക്കുന്നുണ്ട്. അടുത്തത് സോഷ്യൽ ജസ്റ്റിസ്. കമ്പോളങ്ങൾക്ക് സാമൂഹ്യ നീതി പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമെന്ന വീക്ഷണം കൂടുതൽ തുല്യവും സുസ്ഥിരവുമായ സാമ്പത്തിക ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു ഉപകരണമായി വിപണികളെ ഉപയോഗിക്കാനുള്ള സാധ്യത ഊന്നിപ്പറയുന്നു. അടുത്തത് പ്രൊഡക്ഷൻ പ്രോസസ്സ്. സാമൂഹ്യശാസ്ത്രപരമായ വീക്ഷണത്തിൽ ഉൽപ്പാദന പ്രക്രിയ എന്നത് ഒരു സമൂഹത്തിനുള്ളിൽ ചരക്കുകളും സേവനങ്ങളും സൃഷ്ടിക്കുന്നതോ ഉൽപ്പാദിപ്പിക്കുന്നതോ ആയ രീതിയെ സൂചിപ്പിക്കുന്നു. അസംസ്കൃത വസ്തുക്കളോ ഇൻപുട്ടുകളോ ഒരു കൂട്ടം ഘട്ടങ്ങളിലൂടെയോ പ്രവർത്തനങ്ങളിലൂടെയോ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അടുത്തത് സോഷ്യൽ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സ്. അതിൽ ആദ്യത്തേതാണ് സാമ്പത്തിക വികസനം, എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഉൽപ്പാദന പ്രക്രിയ സാമ്പത്തിക വികസനത്തിൻ്റെ അടിസ്ഥാന വശമാണെന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞർ തിരിച്ചറിയുന്നുണ്ട്. സാങ്കേതിക വിദ്യയെ പുരോഗതിയും
തൊഴിൽ രീതികളിലെ മാറ്റങ്ങളും ഉൾപ്പെടെ ഉൽപ്പാദന പ്രക്രിയയിലെ മാറ്റങ്ങൾ സാമ്പത്തിക വളർച്ചയിലും വികസനത്തിലും കാര്യമായി സ്വാധീനം ചെലുത്തുന്നുണ്ട്. അടുത്തത് തൊഴിൽ വിഭജനം. ഉൽപ്പാദന പ്രക്രിയയുടെ ഒരു നിർണായക ഘടകമാണിത്. വിവിധ തൊഴിലാളികൾക്ക് അവരുടെ കഴിവുകളും വൈദഗ്ധ്യവും അടിസ്ഥാനമാക്കി ചുമതലകൾ അനുവദിച്ചിരിക്കുന്നു. ലക്ഷ്യബോധമോ സർഗാത്മകതയോ ഇല്ലാതെ ആവർത്തിച്ചുള്ള ജോലികൾ ചെയ്യുന്നതിനാൽ തൊഴിലാളികൾക്ക് അവരുടെ ജോലിയിൽ നിന്ന് വിരസതയും അകൽച്ചയും അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ താല്പര്യവും കഴിവും വൈദഗ്ധ്യവും തിരിച്ചറിഞ്ഞ് തൊഴിലിനെ വേർതിരിച്ച് നൽകുന്നു. അടുത്തത് വർക്ക് കൾച്ചർ. ഒരു പ്രത്യേക ജോലി സ്ഥലത്ത് തൊഴിലാളികൾക്കിടയിൽ പങ്കുവയ്ക്കുന്ന വിശ്വാസങ്ങൾ, മനോഭാവങ്ങൾ, പെരുമാറ്റങ്ങൾ എന്നിവയ്ക്ക് തൊഴിലാളികളുടെ ഐഡന്റിറ്റികളും ഇടപെടലുകളും രൂപപ്പെടുത്താൻ കഴിയും. ഇത് അവർക്കിടയിൽ ഒരു കൾച്ചർ രൂപപ്പെടുത്തുന്നുണ്ട്. അടുത്തത് ഗ്ലോബലൈസേഷൻ. ഉൽപ്പാദന പ്രക്രിയയുടെ ആഗോളവൽക്കരണം തൊഴിലാളികളുടെ അവകാശങ്ങൾക്കും തൊഴിൽ നിലവാരത്തിനും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഉൽപ്പാദന പ്രക്രിയയുടെ ആഗോളവൽക്കരണത്തിന് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളുണ്ട്. കാരണം ഉൽപ്പാദനവും ഗതാഗതവും പ്രകൃതി വിഭവങ്ങളിലും ആവാസ വ്യവസ്ഥയിലും കാര്യമായി സ്വാധീനം ചെലുത്തും. ആഗോള ഉൽപ്പാദന പ്രക്രിയ പലപ്പോഴും ഉയർന്ന അളവിലുള്ള മാലിന്യങ്ങളും മലിനീകരണവും പൊതുജനാരോഗ്യത്തെയും ക്ഷേമത്തെയും പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഈ ഒരു ഗ്ലോബലൈസേഷനിലൂടെ ചരക്ക് ഒരു സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കുകയും മറ്റൊരു സ്ഥലത്ത് വിതരണം ചെയ്യാനും സാധിക്കുന്നുണ്ട്. അടുത്തത് പവർ റിലേഷൻസ്. ഉൽപ്പാദന പ്രക്രിയയിലെ അധികാര ബന്ധങ്ങൾക്കും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഉൽപ്പാദന ഉപാധികൾ നിയന്ത്രിക്കുന്നവർക്ക് സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്ന സർക്കാർ നയങ്ങളിലും നിയന്ത്രണങ്ങളിലും കൂടുതൽ സ്വാധീനം ചെലുത്താം. ഇത് തൊഴിലാളികൾക്കോ പൊതുജനങ്ങൾക്കോ പകരം ഉടമകളും മാനേജ്മെൻറ്റും താല്പര്യങ്ങൾക്കനുസരിച്ചായിരിക്കും ഉണ്ടാവുക. ലാസ്റ്റ് വൺ, സാമൂഹിക മാറ്റം. ഉൽപ്പാദന പ്രക്രിയയിലെ മാറ്റങ്ങൾ സമൂഹത്തിൻ്റെ വിവിധ വശങ്ങളിൽ സ്വാധീനിക്കുന്ന ദൂരവ്യാപകമായ സാമൂഹിക സാംസ്കാരിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിന്ന് പ്രോപ്പർട്ടി, മാർക്കറ്റ്, പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്നിവ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂഷനും പൊളിറ്റിക്കൽ സ്ട്രക്ചറുമുണ്ട് ഈ ഒരു യൂണിറ്റിൽ നോക്കാൻ. ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.